നിങ്ങൾ പൂജക്ക് കറുത്തച്ഛൻ പൂജ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? പൂജ ചെയ്യില്ലേ, അതെങ്ങനെയാ ചെയ്യുന്നത്? അല്ലെങ്കിൽ യഥാർത്ഥ അവസ്ഥ എന്താണെന്നറിയാവോ? വെളിച്ചമാണോ ഇരുട്ടാണോ? രണ്ടുമല്ല, ഇരുട്ടാണ്. കറുത്തച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? അസുരൻ ആയുധം വെച്ചു ഈ ചാത്തനെ ആക്രമിച്ചു കഴിയുമ്പോൾ ചാത്തൻ എന്ന് പറഞ്ഞത് കുറിയ മനുഷ്യനാണ്. ചാത്തന്റെ ശരീരം 390 കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോയി. 390 കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോയിട്ട് ഈ കഷ്ണങ്ങൾ ഓരോരോ സ്ഥലത്ത് ചെന്ന് വീണു. അതായത് ഒരു കഷ്ണം പറന്നുപോയി. ആ പറന്നു പോയാൻ പറക്കുട്ടി ചാത്തനായി. കരിയിൽ വീണവൻ കരിങ്കുട്ടിയായി, തീയിൽ വീണവൻ തീക്കുട്ടിയായി. ഇങ്ങനെ ഓരോരോ 390 ചാത്തന്മാരായി എന്നും പറയുന്നു. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ഡാർക്ക് മാറ്റർ ആണ്. ഡാർക്ക് മാറ്റർ, മറ്റൊന്ന് ഡാർക്ക് എനർജിയാണ്. ഏറ്റവും കൂടുതലുള്ള ഡാർക്ക് എനർജിയാണ്. ഈ ചാത്തന് അവർ മറ്റൊരു ക്രിസ്ത്യൻ വെർഷനിലുള്ള ഒരു പേരിട്ടു, കറുത്തച്ഛൻ. കറുത്ത ചാത്തൻ എന്നുള്ളതിന് പകരം കറുത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരു പേരിട്ടു. 390ഓളം ചാത്തനുണ്ടെന്നാണ്. 390ഓളം ചാത്തനുണ്ടെന്ന് പറയുമ്പോൾ അത് പരമശിവനും കൂളിവാഴയ്ക്കും 390 ചാത്തന്മാരുണ്ടായി എന്ന് പറയുന്നത്. ഇത് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? കൊടുക്കാമെന്ന് ഈ പറയുന്നത്. അപ്പൊ ഈ തോമസ് ലീഗ വന്ന് ഈ മാമുദീസ മുക്കിയ സമയത്ത് ഇവർ ക്രിസ്ത്യൻസ് ആയി. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻസിലോട്ട് വന്നു. പക്ഷെ ഇവർ ഈ നെഗറ്റീവിനെ വിടാൻ തയ്യാറായില്ല. നെഗറ്റീവിനെ അവരുടെ കൂടെ തന്നെ കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ചാത്തന് അവർ മറ്റൊരു ക്രിസ്ത്യൻ വെർഷനിലുള്ള ഒരു പേരിട്ടു, കറുത്തച്ഛൻ. കറുത്ത ചാത്തൻ എന്നുള്ളതിന് പകരം കറുത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരു പേരിട്ടു എന്നാണ് പറയുന്നത്. ഇതിൽ എന്തോരം വാസ്തവം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ചാത്തന്റെ ഉത്ഭവത്തെ കുറിച്ചായാലും ഒത്തിരി കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ അതിലൊരു കഥ മാത്രമാണ്. ഇതിൽ എന്തോരം വാസ്തവം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. 390ഓളം ചാത്തനുണ്ടെന്നാണ്. 390ഓളം ചാത്തനുണ്ടെന്ന് പറയുമ്പോൾ അത് പരമശിവനും കൂളിവാഴയ്ക്കും 390 ചാത്തന്മാരുണ്ടായി എന്ന് പറയുന്നുണ്ട് ഒരു കഥയില്. പരമശിവൻ പാർവതി ദേവി കൂളിവാകയായിട്ട് വന്നിട്ട് 390 ചാത്തന്മാരുണ്ടായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഒരു ചാത്തനെ ഉണ്ടായിരുന്നുള്ളൂ. പരമശിവനും കൂളിവാഴയ്ക്കും കൂടെ ഒരു ചാത്തനെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ചാത്തൻ ഒരു അസുരനെ വധിക്കാനായിരുന്നു നിയോഗം. ആ അസുരനെ വധിക്കാൻ ചെന്നപ്പം അസുരൻ ഒരു ആയുധം എടുത്ത് വെട്ടിയെന്നും ആ സമയത്ത് ആ ചാത്തന്റെ കയ്യോ അവിടെ എവിടെയോ ഒരു മുറിവുണ്ടായി. ഈ മുറിവിൽ നിന്ന് ഓരോ രക്തം വീണു. ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ഓരോ ചാത്തന്മാർ എഴുന്നേറ്റ് വന്നുവെന്നും ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ 390 ഏകദേശം 400ഓളം ചാത്തന്മാര് അതിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. 400 തുള്ളി രക്തം നിലത്ത് വീണ് 400ഓളം ചാത്തന്മാർ എഴുന്നേറ്റ് വന്നു. അപ്പൊ 401 ചാത്തന്മാരായി. ബാക്കി 11 പേര് ഈ അസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ മരിക്കുകയും ബാക്കി 390 പേര് ബാക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. ഇനി മറ്റൊരു ഐതിഹ്യം പറയാം. നമ്മൾ ഈ ഈ അസുരനുമായിട്ടുള്ള യുദ്ധത്തില് ഈ അസുരൻ ആയുധം വെച്ചു ഈ ചാത്തനെ ആക്രമിച്ചു കഴിയുമ്പോ ചാത്തൻ എന്ന് പറഞ്ഞത് കുറിയ മനുഷ്യനാണ്. ഒരു 1.5 അടിയോ അങ്ങനെ കണ്ട ചാത്തന്റെ ശരീരമുള്ളൂ. ഈ അസുരൻ ആയുധം വെച്ചു ആക്രമിച്ചപ്പോ ഈ ചാത്തന്റെ ശരീരം 390 കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോയി. 390 കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോയിട്ട് ഈ കഷ്ണങ്ങൾ ഓരോരോ സ്ഥലത്ത് ചെന്ന് വീണു. അതായത് ഒരു കഷ്ണം പറന്നുപോയി. ആ പറന്നു പോയാൻ പറക്കുട്ടി ചാത്തനായി. അത് വേറെ രീതി പറയുന്നത് പറയിൽ വീണവൻ, അതായത് ഒരു സ്ഥലത്ത് ഒരു പറയിരിപ്പുണ്ടായിരുന്നു, പറക്കകത്ത് ചെന്ന് വീണു, അവൻ പറക്കുട്ടിയായി എന്ന് പറയുന്നുണ്ട്. കരിയിൽ വീണവൻ കരിങ്കുട്ടിയായി, തീയിൽ വീണവൻ തീക്കുട്ടിയായി. ഇങ്ങനെ ഓരോരോ 390 ചാത്തന്മാരായി എന്നും പറയുന്നുണ്ട്. അതാ പറയുന്നത് പല കഥകളുണ്ട്. ഇതിൽ ഏത് കഥ വേണമെങ്കിലും നിങ്ങൾക്ക് വിശ്വസിക്കാം. കഥകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ ഇതിൽ ഏത് ചാത്തൻ എന്ന് പറയുന്ന ഒരു എക്സാക്ട് ആ ഒരു നെഗറ്റീവ് പവറിനെ ക്രൈസ്തവ രൂപത്തിലേക്ക് മാറ്റിയതാണെന്ന് പറയുന്നു. നമുക്കതിൽ ഉറപ്പൊന്നുമില്ല. പിന്നെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട്, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വസ്തു എന്താണെന്നറിയാവോ? ഈ പ്രപഞ്ചത്തിന്റെ സന്തുലിത അവസ്ഥ എന്താണെന്നറിയാവോ? അല്ലെങ്കിൽ യഥാർത്ഥ അവസ്ഥ എന്താണെന്നറിയാവോ? വെളിച്ചമാണോ ഇരുട്ടാണോ? രണ്ടുമല്ല, ഇരുട്ടാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഇരുട്ടാണ്. ഈ നക്ഷത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന വളരെ ചെറുതല്ല, നമ്മളെ സംബന്ധിച്ചത് ചെറുതാണെങ്കിലും പ്രപഞ്ചത്തെ നമ്മളെ സംബന്ധിച്ചത് വലുതാണെങ്കിലും പ്രപഞ്ചത്തെ സംബന്ധിച്ചത് വളരെ ചെറുതാണ്. മുഴുവൻ ഇരുട്ടാണ്. നമുക്കിപ്പോ ഈ ഭാഗം ഇവിടെ ഈ ഒരു ഭാഗമില്ലേ, ഈ ഭാഗം ഇപ്പൊ ഇവിടെ നമുക്ക് വെളിച്ചമുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ പോയിന്റിൽ വെളിച്ചമുണ്ട് അല്ലെ?
നമ്മൾ ഈ ഇവിടുന്ന് വിട്ട് നമ്മുടെ ഭൂമിയുടെ ഇതിൽ അന്തരീക്ഷം വിട്ട് മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശൂന്യാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ ഇരുട്ടായിട്ട് കാണുക. ഈ ഭാഗം മുഴുവൻ ഇരുട്ടായിരിക്കും. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ ശരീരം ഇങ്ങനെ പ്രകാശിക്കും, അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ശരീരം ഇങ്ങനെ പ്രകാശിക്കും. കാരണം അവിടെ വെളിച്ചമുണ്ട്. പക്ഷെ അത് തട്ടി പ്രതിഫലിക്കാൻ അവിടെ വായുവോ പൊടിപടലങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇവിടെ മുഴുവൻ ഇരുട്ടായിട്ട് തോന്നും. നമ്മുടെ ശരീരം ഇങ്ങനെ പ്രകാശിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഇരുട്ടുണ്ട്. അതല്ലാതെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ഡാർക്ക് മാറ്റർ ആണ്. ഡാർക്ക് മാറ്റർ. മറ്റൊന്ന് ഡാർക്ക് എനർജിയാണ്. ഏറ്റവും കൂടുതലുള്ള ഡാർക്ക് എനർജിയാണ്. അത് ഞാനൊരു ഹിന്ദു സഹോദരനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ശക്തി ആൻഡ് ശിവയാണ് അത് എന്ന് പറഞ്ഞു. എന്നാൽ കറുത്തച്ഛന്റെ ഇതിൽ വരുമ്പോൾ ഡാർക്ക് എനർജി ഇത് തന്നെയാണ് കറുത്തച്ഛൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ഡാർക്ക് എനർജി, അതായത് ഈ നമ്മുടെ ബിഗ് ബാങ്ങിന്റെ തിയറി ഉണ്ടല്ലോ, തിയറി അനുസരിച്ച് ഇത് ഒരു വലിയൊരു പൊട്ടിത്തെറിയിലൂടെ ഇതിങ്ങനെ ഇങ്ങനെ വിഘടിച്ചുകൊണ്ടിരിക്കല്ലേ, അല്ലെങ്കിൽ പുറത്തോട്ട് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുമല്ലേ. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എല്ലാം ഇങ്ങനെ പുറത്തോട്ട് തെറിച്ചു പോയിക്കൊണ്ടിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് പുറത്തോട്ട് തെറിച്ചുകൊണ്ടിരിക്കും. ഈ തെറിക്കുന്ന പവർ, ആ തെറിക്കാനുള്ള പവർ, അതാണ് ഡാർക്ക് എനർജി. ആ 68% പ്രപഞ്ചത്തിന്റെ 68.3% കൊണ്ട് ഡാർക്ക് എനർജിയാണ്. ഈ ഡാർക്ക് എനർജിയാണ് ശരിക്കും കറുത്തച്ഛൻ എന്ന് പറയുന്നത്. അതായത് ആ കറുപ്പ് ഡാർക്ക് എനർജി, ആ എനർജിയോടാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അവിടെ കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടും. അപ്പൊ ഈ കറുത്തച്ഛൻ സേവ ചെയ്യുന്നത് ഇരുട്ടിലാണോ? ഇരുട്ടില് നിന്ന് അങ്ങനെയല്ല. നമ്മളുടെ വീടിന്റെ നിലവറയിലാണ് നമ്മൾ കറുത്തച്ഛനെ വെച്ചിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏകദേശം നെഗറ്റീവ് വെച്ചിട്ട് തന്നെയാണ് കറുത്തച്ഛനെ. ഇപ്പൊ ചാത്തൻ നെഗറ്റീവ് ആണെന്ന് പറയുന്ന പോലെ അതിന് പോസിറ്റീവിലും ആരാധിക്കും എന്ന് പറയുന്നത് കറുത്തച്ഛനെ പോസിറ്റീവിലായിരിക്കും. ആരാധിക്കാം. പക്ഷെ പോസിറ്റീവിനേക്കാൾ കൂടുതൽ പവർ ലഭിക്കണമെങ്കിൽ നെഗറ്റീവിൽ തന്നെ വേണം. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറുത്തച്ഛനെ പൂജിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. ആരാധന എന്നല്ല ശരിക്കും അതിന് പറയുക. അതിന് കറുത്തച്ഛൻ സഭ അല്ലെങ്കിൽ കറുത്തച്ഛൻ ഊട്ട് എന്നൊക്കെയാണ് പറയുക. കറുത്തച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടാവത്തില്ലേ? അപ്പൊ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ചാത്തന് കള്ള് കൊടുക്കുന്നുണ്ട്, അതേപോലെ കോഴിയുടെ രക്തം എന്ന് പറയുന്നുണ്ട്. അത് നെഗറ്റീവില് വരുമ്പോ. അപ്പൊ അതേപോലെ കറുത്തച്ഛന് സേവിക്കുമ്പോ എന്താണ് ഇഷ്ടം? കറുത്തച്ഛന് നമ്മൾ ഒരു കാര്യം പറയുവാണെങ്കിൽ, നമ്മളിപ്പോ കറുത്തച്ഛനോട് പറയുക എനിക്ക് എല്ലാ മാസവും ഇന്ന ഡേറ്റിൽ ഞാൻ ഇന്നത് തന്നുകൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തച്ഛൻ നമ്മളുടെ കൂടെ നിൽക്കും. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കും. പക്ഷെ അത് കൂടെ നിൽക്കുമ്പോൾ എല്ലാ മാസവും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളെ ഒത്തിരി കോൾസ് വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യം ഈ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ വിളിക്കുമ്പോൾ അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറുത്തച്ഛനോട് അതായത് നമ്മളുടെ നിലവറയിലുള്ള കറുത്തച്ഛനുമായിട്ട് ഈ വിളിക്കുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ വാക്ക് ഒപ്പിക്കുകയത്. നിങ്ങൾ വാക്ക് കൊടുക്കുക, ഞങ്ങൾക്കല്ല വാക്ക് തരുന്നത്, കറുത്തച്ഛനാണ് വാക്ക് കൊടുക്കുന്നത്. കറുത്തച്ഛനോട് വാക്ക് കൊടുക്കുക. കറുത്തച്ഛൻ എനിക്ക് ഇന്ന സാധനം നടത്തി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അതുകൊണ്ടാണ് മുൻകൂട്ടി കാശ് വാങ്ങാത്തത്. മുൻകൂട്ടി അതിനുശേഷം ഞങ്ങൾ കാശ് വാങ്ങുന്നില്ല. കറുത്തച്ഛൻ ഞങ്ങൾക്ക് ഇന്ന കാര്യം നടത്തി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കറുത്തച്ഛന് ഇത് തന്നുകൊള്ളാം. ഇങ്ങനെയാണ് ഡീല് വെക്കുന്നത്. ഇതാണ് കറുത്തച്ഛനും ഈ വിളിക്കുന്നവരും തമ്മിൽ, നമ്മുടെ നിലവറയിലുള്ള കറുത്തച്ഛനുമായിട്ട് അവരാണ് ഡീല് വെക്കുന്നത്. ഈ വിളിക്കുന്ന ആൾക്കാരെ ഡീല് വെപ്പിക്കുകയെന്ന് നമ്മള് ഡീല് വെപ്പിക്കുമ്പോൾ ഈ വിളിക്കുന്ന ആള് കറുത്തച്ഛന്, നമ്മള് മിക്കവാറും ഫോൺ വിളിക്കുന്നവർക്കറിയാം, ഫോൺ വിളിക്കുമ്പോൾ റേഞ്ച് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിലവറയ്ക്കുള്ളിലായിരിക്കുന്നത്. നിലവറയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഇപ്പോ ഒരാള് അവിടുന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അയാളോട് ചോദിക്കുന്ന പേരെന്താന്ന് ചോദിക്കും. അപ്പൊ അയാൾ ഒരു പേര് പറയുന്നു. ചിലപ്പോൾ അത് ഫേക്ക് പേരായിരിക്കും, ചിലപ്പോൾ ഒറിജിനൽ പേരായിരിക്കും പറയുക. എന്തായാലും ആ വിളിക്കുന്ന ആൾ ആരാണെന്ന് കറുത്തച്ഛനറിയാം, ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ സാധാ മനുഷ്യരാണ്. കറുത്തച്ഛൻ സേവ ചെയ്യുന്നു അല്ലെങ്കിൽ കറുത്തച്ഛൻ ഊട്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഞങ്ങൾ സാധാ ഒരു മനുഷ്യർ മാത്രമാണ്. അപ്പോൾ കറുത്തച്ഛൻ അറിയാം ഇത് ആരാ വിളിക്കുന്നതെന്ന്. ഈ വിളിക്കുന്ന ആളോട് അപ്പൊ ഞങ്ങൾ എന്ത് വിളിക്കണം? ഈ വിളിക്കുന്ന ആളെ ഞങ്ങൾക്ക് ഒരു പേര് വിളിക്കണമല്ലോ. അതുകൊണ്ടാണ് എന്താ പറയാ, അയാളോട് പേര് ചോദിക്കുന്നത്. അതുപോലെ തന്നെ അയാളോട് സ്ഥലം ചോദിക്കും. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നതെന്ന് ചോദിക്കും. അതിനുശേഷം നമ്മൾ കറുത്തച്ഛനുമായിട്ട് പിന്നെ അത് കറുത്തച്ഛൻ ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ വിളിക്കുന്നയാളെ കുറിച്ച്, വിളിക്കുന്നയാളുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി അയാള് ഇന്ന രീതിയിലുള്ള ആളാണല്ലോ, അയാള് ക്രിസ്ത്യൻ, മിക്കവാറും പേർക്കും ഹിന്ദു എനർജി ക്രിസ്ത്യൻ എനർജി ഒക്കെ കാണിക്കും.
അതായത് ഇപ്പോ ഒരാൾ വിളിക്കുവാണെങ്കിൽ അയാൾക്ക് ഇത്ര ശതമാനം ഹിന്ദു എനർജി ഉണ്ട്, ഇത്ര ശതമാനം ക്രിസ്ത്യൻ എനർജി ഉണ്ട്, അങ്ങനെ നമുക്കൊരു ഇത് കാണിക്കും. അയാൾ മദ്യം കഴിക്കുന്ന ആളാണോ, അയാള് ഏകദേശം സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് സംസാരിക്കുന്നത്. അവരുടെ ഒരു പ്രശ്നമാണെങ്കിൽ, പല പ്രശ്നത്തിനും പല രീതിയിലാണ് നമ്മൾ തിരിച്ച് പറയുക. എല്ലാ പ്രശ്നത്തിനും ഒരുപോലെയല്ല, എന്നാലും കൂടുതലും പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ കറുത്തച്ഛനെ വിളിക്കാൻ തന്നെയാണ് പറയാറ്. ഇപ്പൊ ഈ വിളിക്കുന്ന സമയത്ത് അവര് ഇത് കൊടുക്കാമെന്ന് പറയുന്നില്ലേ, എന്ത് കൊടുക്കാമെന്ന് ഈ പറയുന്നത്? ഞങ്ങൾ അവരെ കൊണ്ട് ഡീൽ വെപ്പിക്കുന്നത് അവർ പൂജയ്ക്ക് പൈസ ഇട്ടോളാം എന്നാണ്. അതായത് 5000 രൂപയാണ് പറയുക. ഒരു കാര്യം, അതായത് നിസ്സാര ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും കറുത്തച്ഛനെ വിളിക്കില്ലല്ലോ. നമ്മളെ കൊണ്ട് സാധിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു കാര്യമല്ല നമ്മൾ ഇങ്ങനെ കറുത്തച്ഛനിലൂടെ നമ്മൾ നേടിയെടുക്കാൻ വിളിക്കുള്ളൂ. അപ്പൊ ഈ വിളിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ കൊണ്ട് ഡീല് വെപ്പിക്കും കറുത്തച്ഛനോട്. എനിക്ക് ഈ കാര്യം നടത്തി തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5000 രൂപ കറുത്തച്ഛന് പൂജയ്ക്കായിട്ട് തന്നുകൊള്ളാം. കറുത്തച്ഛൻ പൂജയ്ക്ക് വേണ്ടി, കറുത്തച്ഛൻ വോട്ടിന് വേണ്ടി കറുത്തച്ഛൻ പൂജ. അപ്പോ ഇത് നടന്നതിന് ശേഷം അവര് തരുമ്പോ നിങ്ങൾ പൂജയ്ക്ക് കറുത്തച്ഛൻ പൂജ എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത്? പൂജ ചെയ്യില്ലേ, അതെങ്ങനെയാ ചെയ്യുന്നത്?